സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷി, തനത് ജലവിഭവ പരിപാലനം, ഇപ്പോഴും സജീവമായ കാർഷിക പൈതൃക മാതൃക, ജൈവ വൈവിധ്യം, പരമ്പരാഗത കൃഷി അറിവുകൾ എന്നിവയാണ് കുട്ടനാടിന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ അനുകൂലമായ ഘടകങ്ങൾ. കുട്ടനാടിനെ യുനെസ്കോയുടെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശയാണ് കേന്ദ്രം നൽകുക. ഇന്ത്യയുടെ പ്രാഥമിക പട്ടികയിൽ ഇടം പിടിക്കുന്നതോടെ ലോക പൈതൃക പദവിയിലേക്കുള്ള ആദ്യ കടമ്പ കടക്കും. നേരത്തെ കുട്ടനാടിന് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ഗ്ലോബലി ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാൽ ഇത് വലിയ പ്രയോജനമുണ്ടായില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. GHSന്റെ പേരിൽ ഗ്ലോബൽ ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ള അംഗീകാരം കൊണ്ട് പ്രത്യേക സാമ്പത്തിക മേന്മ നമുക്ക് കിട്ടില്ല, ആരും പണം നൽകില്ല. മറിച്ച് നമുക്കത് പ്രയോജനപ്പെടുത്താം. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു GIHS ബ്രാൻഡിങ് കൊടുത്ത് പുറത്ത് അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റു രാജ്യങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകത കുട്ടനാട്ടിലുണ്ടെന്ന് MLA റജി ചെറിയാൻ. സമുദ്ര നിരപ്പിൽ നിന്നും ഇത്രയും താഴ്ന്നു കിടക്കുന്ന ഒരു സ്ഥലം ലോകത്തെങ്ങും കണ്ടിട്ടില്ല. കാരണം അത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഒരു വെള്ളത്തിൻ്റെ ലെവലിനെ പമ്പ് ചെയ്ത് പറ്റിച്ച് ആ പഴയ രീതിയിലുള്ള കൃഷി ഇന്നും നടപ്പിലാക്കുന്നു. കാരണം മറ്റു രാജ്യങ്ങളെല്ലാം അതെല്ലാം മാറി പരമ്പരാഗതത്തിൽ നിന്ന് മാറി പുതിയ തരം കൃഷിയിലോട്ട് പോയപ്പോൾ ഇന്നും നമ്മുടെ രാജ്യത്ത് കുട്ടനാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കൃഷി സമ്പ്രദായം നിലനിൽക്കുന്നത്. പദവി കിട്ടിയാൽ നേട്ടമേറെയാണ് കുട്ടനാടിന്. ലോക ഭൂപടത്തിൽ കുട്ടനാടിന് വലിയ പ്രാധാന്യം ലഭിക്കും. വിദേശ സഞ്ചാരികളുടെ വരവിലും വർധനവ് ഉണ്ടാകും. പ്രകൃതിക്ഷോഭമോ മറ്റ് ഉണ്ടായാൽ വേൾഡ് ഹെറിറ്റേജ് ഫണ്ടിൽ നിന്നുള്ള പ്രത്യേക സാമ്പത്തിക സഹായം ലഭിക്കും. കുട്ടനാടിന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിരക്ഷ ലഭിക്കും. ഭൂപ്രകൃതിക്ക് നാശമുണ്ടാക്കിയാലോ അനധികൃത നിർമ്മാണം നടത്തിയാലോ കടുത്ത നടപടികൾ ഉണ്ടാകും. ഭൂപ്രകൃതിക്ക് നാശമുണ്ടാകാതിരിക്കാൻ വിവിധ പദ്ധതികൾ നടപ്പാകും. ഇതിനായി സഹായധനവും ലഭിക്കും. മീഡിയ 1 ആലപ്പുഴ.